സഹോദരന്മാരെ, ഞാൻ ഓർത്തുപോകുന്നു, എത്രയെത്ര ഞങ്ങളെ കൂട്ടുകാരുണ്ട്, എത്രയെത്ര ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്. SSFന്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചവരെത്രയും ഖബറിലാണ്. അള്ളാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, അവിടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാകട്ടെ. മഞ്ചേശ്വരത്ത് വെച്ച് മദ്ഹറിനടുത്തുള്ള കുഞ്ചത്തൂർ എന്ന് പറയുന്ന ഉദ്യാവരത്ത് മാടയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, സഅദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. സഹോദരന്മാരെ, മഞ്ചേശ്വരം സെക്ടർ കമ്മിറ്റിയുടെ വിസ്ഡം കൺവീനർ ആയിരുന്നു അദ്ദേഹം, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ആ സഅദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ് ഉപ്പളയിൽ നിന്ന് വസങ്കടിയിലേക്ക് ആ ചെറുപ്പക്കാരൻ സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് ഒരതാ ടിപ്പറിലേക്ക് ഇടിച്ച് അദ്ദേഹം മരണപ്പെട്ടുപോയി. പുറത്ത് കാണാൻ ഒരു അടിയുമില്ല, പക്ഷേ സ്പോട്ടിൽ തന്നെ മരണം സംഭവിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട ദിവസം ഞങ്ങൾ കാസർഗോഡ് വെച്ച് സെക്രട്ടേറിയറ്റ് മീറ്റിംഗിലായിരുന്നു. വിവരം കിട്ടിയ ഉടനെ ഞങ്ങളെല്ലാവരും അതാ മംഗൽപാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മോർച്ചറിയിൽ കിടത്തിയിരിക്കുന്ന സഅദാനിന്റെ മയ്യത്ത്, ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറയട്ടെ, ഒരു പണ്ഡിതനല്ല, ഒരു ആലിമല്ല, ഒരു തങ്ങളല്ല, ഒന്നും ചെയ്തവനല്ല, SSFന്റെ ഒരു പ്രവർത്തകനാണ്. ഒരു സെക്ടറിന്റെ ജോയിന്റ് സെക്രട്ടറിയായ ആ ചെറുപ്പക്കാരനായ സഅദാൻ ആ മോർച്ചറിയിൽ കിടക്കുന്നു. നല്ല തൊപ്പിവെച്ച താടിവെച്ച SSFന്റെ പ്രവർത്തകന്മാർ, തലയിക്കെട്ട് കെട്ടിയ ഒരുപാട് ഉസ്താദുമാര് ആ സഅദാനിന്റെ മോർച്ചറിയുടെ മയ്യത്ത് വെച്ച മോർച്ചറിയുടെ ചുറ്റും നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. കുടുംബ ബന്ധമില്ല, സാമ്പത്തിക ബന്ധമില്ല, കച്ചവട ബന്ധമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടുകാരനാണെന്ന നിലക്ക് ആ കൂട്ടുകാരൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോ ആ കൂട്ടുകാരനിക്ക് വേണ്ടി ചുറ്റും നിന്നുകൊണ്ട് സഅദാനിന് വേണ്ടി കരയുകയാണ്. ഞാനും അവിടെ നിന്നുകൊണ്ട് എനിക്കും നിയന്ത്രിക്കാൻ പറ്റിയില്ല, പൊട്ടി പൊട്ടി കരച്ചില് വന്നുപോയി. എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു, എനിക്ക് ദുആ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഓടി നടക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഞങ്ങളിന്നും കണ്ടുകൊണ്ട് കണ്ടതുപോലെയുണ്ട്. സാഹിത്യോത്സവിന്റെ വേദികളിലെല്ലാം ഓടി നടക്കുന്ന ചെറുപ്പക്കാരൻ, ആലിമീങ്ങളെ കാണുമ്പോ, ഉസ്താദുമാരെ കാണുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൈതരുന്ന ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തുപോകുന്നത് അതല്ല, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് മോർച്ചറിയിൽ വെച്ചിട്ടുണ്ട്. അവിടുത്തെ നിയമം 10 മണിയാകുമ്പോ മോർച്ചറി അടക്കണമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കതാ അവിടുത്തെ ചെറുപ്പക്കാര് ഒരുപാട് ഉസ്താദുമാരുണ്ട്, ബിരുദധാരികളാണ്, മുതഅല്ലിമീങ്ങളല്ല, നല്ല സഖാഫികളും സാദികളും മദനികളും ഒരുപാട് ഉസ്താദുമാരവിടെയുണ്ട്. നല്ല ചെറുപ്പക്കാരുണ്ട്, ഹാഫിദീങ്ങളുണ്ട്. അവരെല്ലാം അവിടുത്തെ വാച്ച്മാനോട് പറഞ്ഞു, മോർച്ചറിയിലുള്ളവരോട് 10 മണിയാകുമ്പോ അടക്കാൻ വരുമ്പോ പറഞ്ഞു, നിങ്ങൾ അടക്കരുതേ, നാളെ രാവിലെ 8 മണിക്കാണ് പോസ്റ്റ്മോർട്ടം, അതുവരെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം, നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കണേ. അവര് പറഞ്ഞ ഗവൺമെന്റ് നിയമമാണ്, ഒരു നിലക്കും പറ്റൂല. ഞങ്ങളുടെ ജില്ലയിലേക്ക് ജില്ലാശുപത്രിക്ക് വിളിച്ചു. അവിടെയുള്ളതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരോട് പറഞ്ഞു, നിങ്ങൾ മോർച്ചറി ഒന്ന് തുറന്നു തരുമോ? നിയമവിരുദ്ധമാണ്, കേസെടുക്കപ്പെടും, പറ്റൂല. സുബ്ഹാനല്ലാഹ്, അവസാനം ഞങ്ങളെ ചെറുപ്പക്കാരുടെ, ആലിമീങ്ങളുടെ, അവിടെ കൂടിയ പ്രവർത്തകരുടെ നിർബന്ധം കാരണം 12 മണിവരെ അനൗദ്യോഗികമായി നമുക്ക് മോർച്ചറി തുറന്നു തന്നു. 4-5 ഖത്മുകൾ അവിടെ പൂർത്തീകരിച്ചു. സഅദാനിന്റെ മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് തീർന്നില്ല, മോർച്ചറി അടച്ചു. ആ മോർച്ചയുടെ ചുറ്റുഭാഗത്തും ചെറുപ്പക്കാര് നിന്നുകൊണ്ട് തഹ്ലീല് ചൊല്ലി. അങ്ങനെ അതാ എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ആ SSFന്റെ ചെറുപ്പക്കാര്, ആലിമീങ്ങള് നേരെ വരുന്ന സഅദാനിന്റെ വീട്ടിലേക്ക്. സുബഹി വരെ സഅദാനിന്റെ വീട്ടിൽ ഖുർആനോത്താണ്. എത്രയെത്ര ആലിമീങ്ങളാണ്, എത്രയെത്ര ചെറുപ്പക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ,
നമ്മളെ വീട്ടില് വാപ്പ മരിച്ചാല് ഉപ്പാപ്പ മരിച്ചാല് 2 മുതഅല്ലിമീങ്ങളെ ഓതാൻ കിട്ടണമെന്ന് പറഞ്ഞാല് എന്ത് പ്രയാസമാണ്, എത്ര മടിയുണ്ട്, എത്ര പണിയുണ്ട് ഓതാൻ കിട്ടാന്. മുതഅല്ലിമീങ്ങളെ പൈസ കൊടുത്താലും കൂലി കൊടുത്താലും നമുക്ക് മുതഅല്ലിമീങ്ങളെ ഓതാൻ കിട്ടാത്ത കാലം. ആ കാലത്താണ് ആലിമീങ്ങളും ചെറുപ്പക്കാരും സ്വമേധയെ തയ്യാറായി ആ സഅദാനിന്റെ മയ്യത്തിന് വേണ്ടി വീട്ടിൽ വെച്ചും ഖുർആൻ ഓതുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് തീർന്നില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ ആ ചെറുപ്പക്കാര് മാറി മാറി ഖുർആൻ ഓതി. മാത്രമല്ല സഅദാനിന്റെ വാപ്പ ഗൾഫിലായിരുന്നു. വാപ്പ വന്നു, വരുമ്പോഴതാ ആ വീടും അതിന്റെ ചുറ്റുഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. വാപ്പ അത്ഭുതപ്പെട്ടുപോയി. എന്റെ മകൻ ആരാണ്? ഒരു മന്ത്രിയല്ലല്ലോ, ഒരു ആലിമല്ലല്ലോ, എന്റെ മകന്റെ ജനാസക്ക് വേണ്ടി ഒരുമിച്ചുകൂടിയ ജനങ്ങളാണോ ഇത്? അങ്ങനെയതാ സഅദാനിന്റെ മയ്യത്തെടുത്തു കബറടക്കി. മംഗൽപാടിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവിടെ നിന്ന് എടുത്തു. അതാ അവിടെ തടുത്തുള്ള ഉപ്പള ടൗണിലുള്ള പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി സുബ്ഹാനല്ലാഹ് 1 മണിക്കൂറോളം വന്ന് കാത്തിരിക്കുന്നു. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ഉപാധ്യക്ഷൻ ഉസ്താദുൽ അസാതീദ് വന്നരായ താജുശ്ശരിയ ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ് സഅദാനിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി 1 മണിക്കൂറോളം വന്ന് കാത്തുനിന്നു. സഅദാനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭാഗ്യമാണ്! ഒരു ആലിമായതുകൊണ്ടല്ല, ഒരു വലിയ തങ്ങളായതുകൊണ്ടല്ല, ഒരു SSFന്റെ പ്രവർത്തകനായതുകൊണ്ടാണ്. എന്നിട്ടതാ സഅദാനിന്റെ മയ്യത്ത് അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നതാ അവിടുന്ന് വീണ്ടും മുദ്യാവരം പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോയപ്പോ നാട്ടുകാര് പറയുന്നു, ഇന്ന് വരെ പള്ളി നിറഞ്ഞൊരു മയ്യത്ത് നിസ്കാരം നമ്മൾ കണ്ടിട്ടില്ല. അത്രയും വലിയ പള്ളിയാണ്, 1000 ജമാഅത്തുള്ള പള്ളിയാണ് ഉദ്യാവരം. 1000 ജമാഅത്ത് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നപ്പോ പള്ളി മുഴുവനും നിറഞ്ഞു നിന്നു. നിസ്കാരത്തിന്റെ സൊഫാക്കിയപ്പ നിൽക്കാൻ കഴിയാതെ സൊഫ് വീണ്ടും അടുപ്പിച്ചു. സഅദാനിന് വേണ്ടി അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ മഹാനായ അസയ്യിദ് അതാ മുഹമ്മദ് അഷ്റഫ് അസ്സഖാഫ് താദൂർ തങ്ങള് വന്ന് കാത്തിരിക്കുന്നു പള്ളിയിൽ. വീണ്ടും മയ്യത്ത് നിസ്കാരത്തിന് ആലിമീങ്ങൾ വന്ന് സയ്യിദന്മാര് വന്ന് കാത്തിരിക്കുന്നു മയ്യത്ത് നിസ്കാരത്തിന്. ഓ മുഅ്മിനീങ്ങളെ, അങ്ങനെ സഅദാനിന്റെ മയ്യത്ത് കബറടക്കി ദുആ ചെയ്ത് പിരിയുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു കൂട്ടം പണ്ഡിതന്മാർ അവര് പറയുന്നു, ഞങ്ങൾ 7 ദിവസം സഅദാനിന്റെ ഖബറിൽ വെച്ച് ഞങ്ങൾ ഖുർആൻ ഓതാൻ തീരുമാനിച്ചിട്ടുണ്ട്. SSFന്റെ പ്രവർത്തകരാണ്. ആരാ? സഅദാനിന്റെ ഖബറിന്റെ സമീപത്ത് 7 ദിവസക്കാലം മയ്യദാ ഖുർആൻ ഓതുന്നു. നമുക്കൊരു ജാമകത്തിടാൻ വേണ്ടി എത്ര പ്രയാസമാണ്! 1 ലക്ഷത്തോളം രൂപ വേണം. ഓതിയവർക്ക് കൂലി കൊടുക്കണ്ടേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, താമസം കൊടുക്കണ്ടേ? അതൊന്നുമില്ലാതെ സഅദാനിനോടുള്ള സ്നേഹം, അവനൊരു SSFകാരനായി എന്നുള്ളതാണ്. ആ സഅദാനിന്റെ ഖബറുകൾ വന്നിട്ട് ചെറുപ്പക്കാര്, സാധാരണ 2 ആളാണ് മയ്യത്ത് ഖുർആൻ ഓതാൻ വെക്കുന്നത്, 4ഉം 5 പേരും വന്നുകൊണ്ട് സഅദാനിന്റെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖുർആൻ ഓതിയത് ഞങ്ങൾ കണ്ടുകൊണ്ട് അനുഭവിച്ചതാണ്. നോക്കൂ നിങ്ങൾ, ഈ മഹാഭാഗ്യം. ആ വെറും ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് ഇന്റീരിയൽ ഡിസൈനിങ് അതിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇന്റീരിയൽ ഡിസൈനിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ സഅദാൻ. മംഗലാപുരത്ത് ഈ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഇത്രയും ഒരു ഖുർആനോത്തും തഹ്ലീലും ദുആയും. നോക്കൂ നിങ്ങൾ, എന്താണ് ഇതിന്റെ കാരണം? ഒരു SSF കൊണ്ട് കിട്ടുന്ന പ്രതിഫലം. പ്രിയമുള്ളവരെ, ഈ സംഘകുടുംബത്തിൽ ഈ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇങ്ങനെ ദശക്കണക്കിന് ചെറുപ്പക്കാരുടെ നമ്മിന്ന് വിട പറഞ്ഞുപോയ ആളുകളുടെ അനുഭവങ്ങൾ പറയാനുണ്ട്. പ്രിയമുള്ളവരെ,
അള്ളാഹു അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം, ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സജീവമായി നമ്മൾ രംഗത്തിറങ്ങണം. നമ്മുടെ മക്കളെ